നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളം വിധിയെഴുതി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് സമയം പൂർത്തിയായപ്പോൾ കേരളത്തിൽ റെക്കോർഡ് പോളിംഗ്. 75%-ലേറെ പേർ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. തൃശൂരിലും ആലത്തൂരിലും കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച പോളിംഗ്. വോട്ടിംഗ് മെഷീൻ വ്യാപകമായി പണിമുടക്കി. വോട്ടിംഗ് പലയിടത്തും തടസ്സപ്പെട്ടത് മണിക്കൂറുകൾ. ചാവക്കാട് മേഖലയിൽ വോട്ടിംഗ് മെഷീൻ 6 പണിമുടക്കിയപ്പോൾ 3 വോട്ടിംഗ് ആരംഭിക്കാൻ മണിക്കൂറോളം വൈകി. എരുമപ്പെട്ടിയിൽ വോട്ടിംഗ് യന്ത്രം തകരാറിലായതും വോട്ടിംഗ് ഇഴഞ്ഞു നീങ്ങിയതും ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കി. തിപ്പിലശ്ശേരി സ്കൂളിലെ പോളിംഗ് ബൂത്തിൽ സന്ദർശനം നടത്തിയ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെതിരെ CPM പ്രതിഷേധം. നാടകം അനുവദിക്കില്ലെന്ന് CPM പ്രവർത്തകർ. പോലീസ് ഇരുകൂട്ടരെയും പുറത്താക്കി. ആലത്തൂർ UDFന്റെ കൈകളിലാണെന്ന് രമ്യ ഹരിദാസ്. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുവെന്നും വിജയപ്രതീക്ഷയുണ്ടെന്നും PK ബിജു. വാർത്തകൾ വിശദമായി. കേരളം വിധിയെഴുതി. ആദ്യം തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് സമയം പൂർത്തിയായപ്പോൾ കേരളം റെക്കോർഡ് പോളിംഗിലേക്ക്. 2014 73.89% പോളിംഗ്. ഇക്കുറി 75% കടന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ശതമാനത്തിനെയും തകർക്കും എന്നാണ് പ്രാഥമിക നിഗമനം. കൃത്യമായ പോളിംഗ് വിവരങ്ങൾ ലഭ്യമാകാൻ ഇനിയും സമയം എടുക്കും. സമയം അവസാനിച്ചെങ്കിലും ബൂത്തുകളുടെ മുൻപിൽ നീണ്ട നിരയാണ് ഉണ്ടായിരുന്നത്. സമയം നീട്ടി നൽകിയില്ലെങ്കിലും വോട്ട് ചെയ്യുന്നതിനായി ക്യൂ നിൽക്കുന്ന ആളുകൾക്ക് വോട്ട് ചെയ്യുന്നതിന് സൗകര്യം ഒരുക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരുന്നു. പല മണ്ഡലങ്ങളിലും റെക്കോർഡ് പോളിംഗ് ആണ് നടക്കുന്നത്. കഴിഞ്ഞ തവണത്തെ വോട്ടിംഗ് ശതമാനത്തെ പല മണ്ഡലങ്ങളും മറികടന്നു കഴിഞ്ഞു. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, വയനാട്, കണ്ണൂർ എന്നിവയാണ് ഇതിൽ മുന്നിലുള്ളത്. വോട്ടിംഗ് രാത്രി വൈകിയും നടന്നതോടെ പോളിംഗ് ശതമാനം ഇനിയും വർദ്ധിച്ചേക്കാം. സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളിലും പോളിംഗ് ശതമാനം 70 കടന്നു കഴിഞ്ഞു. കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ പോളിംഗ്. കുറവ് പൊന്നാനിയിലുമാണ്. ചാവക്കാട് മേഖലയിൽ കനത്ത പോളിംഗ്. വോട്ടെടുപ്പ് രാത്രിയും തുടർന്നു. രാവിലെ മുതൽ ആരംഭിച്ച തിരക്ക് രാത്രിയിലും തുടർന്നു. വോട്ടിംഗ് മെഷീൻ 6 പണിമുടക്കിയപ്പോൾ 3 വോട്ടിംഗ് ആരംഭിക്കാൻ മണിക്കൂറോളം വൈകി. 2 തകരാർ മൂലം വോട്ടെടുപ്പ് നിർത്തി വെക്കേണ്ടിയും വന്നു. കടപ്പുറം പഞ്ചായത്തിലെ ഫോക്കസ് ഇസ്ലാമിക് സ്കൂളിലെ 152 ബൂത്തിലാണ് വോട്ടെടുപ്പ് 1.25 മണിക്കൂർ വൈകിയത്. വോട്ടിംഗ് കൺട്രോൾ യൂണിറ്റും VVPAT മെഷീനുകളും തകരാറിലായതിനെ തുടർന്നാണ് വോട്ടിംഗ് വൈകിയത്. പിന്നീട് അഡീഷണൽ മെഷീനുകൾ സ്ഥാപിച്ചെങ്കിലും ഇവയും പ്രവർത്തനരഹിതമായി. വോട്ടിംഗ് മെഷീൻ എഞ്ചിനീയർ എത്തി വോട്ടെടുപ്പ് ആരംഭിക്കുകയായിരുന്നു. വൈകിയതിനെ തുടർന്ന് വരി നിന്ന സ്ത്രീകളും പ്രായമായവരും ഉൾപ്പെടെ വോട്ടർമാർ നിരാശരായി. പലരും ബഹളം വെച്ചു. തൊട്ടടുത്ത 151 ബൂത്തിൽ അരമണിക്കൂറോളം വോട്ടിംഗ് വൈകി. മെഷീൻ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട തകരാറാണ് ഇത് വൈകാൻ കാരണം. മണത്തല BBLP സ്കൂളിൽ 142 ബൂത്തിൽ മെഷീനിലെ ബട്ടൺ തകരാറിലായതിനെ തുടർന്ന് കുറച്ചു സമയം വോട്ടിംഗ് നിർത്തിവെച്ചു. പാലയൂർ സെന്റ് തോമസ് LP സ്കൂൾ 118 ബൂത്തിൽ വോട്ടിംഗ് മെഷീൻ പണിമുടക്കി. കടപ്പുറം പുതിയങ്ങാടി 161 ബൂത്തിൽ VVPAT ലൈറ്റ് തകരാറിലായതിനെ തുടർന്ന് വോട്ടെടുപ്പ് 1 മണിക്കൂർ വൈകി. കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിൽ വൈദ്യുത ബന്ധം തകരാറിലായതിനെ തുടർന്ന് ചില ബൂത്തിൽ മെഴുതിരിവട്ടത്തിലാണ് വോട്ടിംഗ് ആരംഭിച്ചത്. വോട്ടെടുപ്പ് സമാധാനപരമായിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ യതീഷ് ചന്ദ്ര ബൂത്തുകൾ സന്ദർശിച്ചു. CCTV ന്യൂസ്, ചാവക്കാട്. തീരമേഖലയിൽ ഒട്ടേറെ പോളിംഗ് ബൂത്തുകളിലും രാത്രി വൈകിയും വോട്ട് ചെയ്യാൻ നീണ്ടനിര. 6 മണിക്ക് തെരഞ്ഞെടുപ്പ് അവസാനിച്ചെങ്കിലും പോളിംഗ് ബൂത്തിലെത്തിയ മുഴുവൻ പേരെയും വോട്ട് ചെയ്യാൻ അനുവദിക്കുന്നതിന്റെ ഭാഗമായാണ് രാത്രി വരെ നീണ്ടത്. തിരുവത്ര കുമാർ AUP സ്കൂൾ, പുത്തൻകടപ്പുറം HILP സ്കൂൾ, പുത്തൻകടപ്പുറം ഫിഷറീസ് സ്കൂൾ, മണത്തല ബേബി റോഡ് സരസ്വതി സ്കൂൾ, കടപ്പുറം അഞ്ചങ്ങാടി സ്കൂൾ തുടങ്ങിയ ബൂത്തുകളിൽ വോട്ടെടുപ്പ് രാത്രിയിലും തുടർന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ്. കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ കനത്ത പോളിംഗ്. 75%-ലേറെ പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് റെക്കോർഡ് പോളിംഗ് ആണിത്. വിവിധ കേന്ദ്രങ്ങളിൽ രാവിലെ മുതൽ കനത്ത പോളിംഗാണ് രേഖപ്പെടുത്തിയത്. രാവിലെ 7 മണിക്ക് പോളിംഗ് ആരംഭിച്ച ഉടനെ തന്നെ വോട്ട് ചെയ്യാനെത്തിയവരുടെ തിരക്ക് പലയിടത്തും ദൃശ്യമായിരുന്നു. കുന്നംകുളത്ത് 169 ബൂത്തുകളിൽ 10 മാതൃകാ ബൂത്തുകളും 2 വനിതാ സൗഹൃദ ബൂത്തുകളും ഒരുക്കിയിരുന്നു. കുന്നംകുളം മേഖലയിൽ എവിടെയും വോട്ടെടുപ്പ് തടസ്സപ്പെട്ടില്ല. തടസ്സങ്ങളില്ലാതെ വോട്ട് ചെയ്യുന്നതിനായി എല്ലാ സൗകര്യങ്ങളും പോളിംഗ് ബൂത്തുകളിൽ ഏർപ്പെടുത്തിയിരുന്നു. രാവിലെ എല്ലാ സ്ഥലങ്ങളിലും സജ്ജീകരിച്ച യന്ത്രങ്ങളുടെ പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്തിയാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത്. കുന്നംകുളം ബോയ്സ് ഹൈസ്കൂൾ, ബദനി സെന്റ് ജോൺസ് ഹൈസ്കൂൾ, ചിറളയം ഹൈസ്കൂൾ, കുന്നംകുളം ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂൾ തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം തന്നെ രാവിലെ തന്നെ വോട്ട് ചെയ്യാനെത്തിയവരുടെ തിരക്ക് കാണാമായിരുന്നു. ഉച്ചയോടെ തന്നെ 50% കൂടുതൽ പോളിംഗ് പൂർത്തിയായി. എല്ലാ ബൂത്തുകളിലും തിരക്ക് വൈകുന്നേരവും തുടർന്നു.
സമയം കഴിഞ്ഞുവെങ്കിലും നിശ്ചിത സമയത്തിനുള്ളിൽ വോട്ട് ചെയ്യാനായി എത്തിയവർക്ക് അതിനുള്ള അവസരവും ഉദ്യോഗസ്ഥർ ഒരുക്കി നൽകി. അതുകൊണ്ട് തന്നെ ഇലക്ഷൻ നടപടിക്രമങ്ങളിൽ കാര്യമായ പരാതികൾ ഒന്നും തന്നെ മേഖലയിൽ ഉയർന്നില്ല. തെരഞ്ഞെടുക്കപ്പെട്ട മാതൃകാ ബൂത്തുകളിൽ വോട്ടർമാർക്ക് വരി നിൽക്കാൻ തണൽ, കുടിവെള്ളം, ശാരീരിക വെല്ലുവിളി നേരിടുന്നവർക്ക് എത്തിച്ചേരാനുള്ള സൗകര്യങ്ങൾ, ശൗചാലയം എന്നിവ ഉറപ്പുവരുത്തിയിരുന്നു. കുന്നംകുളത്തെ ബദനി സെന്റ് ജോൺസ് ഹൈസ്കൂൾ വനിതാ സൗഹൃദ വോട്ടെടുപ്പ് കേന്ദ്രമായാണ് ക്രമീകരിച്ചത്. എല്ലാ ബൂത്തുകളിലും 2 പോലീസ് ഉദ്യോഗസ്ഥരെ ഡ്യൂട്ടിക്കായി നിയോഗിച്ചിരുന്നു. കുന്നംകുളം മേഖലയിൽ എവിടെയും യാതൊരു അനിഷ്ട സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തില്ല. CCTV ന്യൂസ്, കുന്നംകുളം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ചൂണ്ടൽ, കണ്ടാണശ്ശേരി പഞ്ചായത്തുകളിൽ റെക്കോർഡ് പോളിംഗ്. പലയിടത്തും സമയപരിധി പിന്നിട്ടിട്ടും വോട്ട് രേഖപ്പെടുത്താൻ വോട്ടർമാരുടെ നീണ്ട ക്യൂ ആണ് ഉണ്ടായിരുന്നത്. രാത്രി 9 മണി വരെയുള്ള സമയം വോട്ട് രേഖപ്പെടുത്താൻ ജനങ്ങൾ കാത്തുനിൽക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി. ചൂണ്ടൽ പഞ്ചായത്തിലെ 22 ബൂത്തുകളിലും കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ 19 ബൂത്തുകളിലും രാവിലെ 7 മണി മുതൽ തന്നെ പോളിംഗ് ആരംഭിച്ചു. ചൂണ്ടൽ പഞ്ചായത്തിൽ വില്ലേജ്, കൃഷിഭവൻ, ആയുർവേദ ഡിസ്പെൻസറി എന്നിവിടങ്ങളിലെ ബൂത്തുകളിൽ രാവിലെ വെളിച്ചക്കുറവുണ്ടായത് പോളിംഗ് മന്ദഗതിയിലാക്കിയെങ്കിലും പിന്നീട് പ്രശ്നം പരിഹരിച്ചതോടെ പോളിംഗ് സാധാരണ നിലയിലായി. ചൂണ്ടൽ പഞ്ചായത്തിലെ 52 നമ്പർ ബൂത്തിൽ യന്ത്രം തകരാറിലായതിനെ തുടർന്ന് 2 മണിക്കൂറോളം വോട്ടെടുപ്പ് നിർത്തിവെച്ചു. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുടെ നേരെയുള്ള ബട്ടൺ പ്രവർത്തിക്കാത്തതിനെ തുടർന്നാണ് ഇവിടെ വോട്ടെടുപ്പ് നിർത്തിവെച്ചത്. പിന്നീട് ഉദ്യോഗസ്ഥരെത്തി യന്ത്രം മാറ്റിയതിനെ തുടർന്നാണ് പോളിംഗ് പുനരാരംഭിച്ചത്. കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ നമ്പഴിക്കാട് വടുതല സ്കൂളിലെ വോട്ടിംഗ് യന്ത്രം തകരാറിലായതിനെ തുടർന്നും പോളിംഗ് നിർത്തിവെച്ചു. അല്പസമയത്തിനകം യന്ത്രത്തിൻ്റെ തകരാർ പരിഹരിച്ചതിനെ തുടർന്നാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത്. പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിൽ രാവിലെ മുതൽ സ്ത്രീകളടക്കമുള്ളവരുടെ നീണ്ട ക്യൂവാണ് ദൃശ്യമായത്. തൃശൂർ മണ്ഡലത്തിൽ ശക്തമായ ത്രികോണ മത്സരമാണ് ഇക്കുറി നടക്കുന്നത്. LDF-ലെ രാജാജി മാത്യു തോമസ്, UDF-ലെ TN പ്രതാപൻ, NDA-യിലെ സുരേഷ് ഗോപി എന്നിവർ മാറ്റുരയ്ക്കുന്ന തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് തന്നെ റെക്കോർഡ് പോളിംഗാണ് നടന്നത്. വൈകിട്ട് 6 മണി കഴിഞ്ഞിട്ടും ചൂണ്ടൽ പഞ്ചായത്തിലെയും കണ്ടാണശ്ശേരി പഞ്ചായത്തിലെയും പല പോളിംഗ് സ്റ്റേഷനുകൾക്ക് മുൻപിൽ സ്ത്രീ വോട്ടർമാരുൾപ്പെടെയുള്ളവരുടെ നീണ്ട ക്യൂ ദൃശ്യമായിരുന്നു. VVPAT മെഷീനിൻ്റെ പ്രവർത്തനവുമായി ഉദ്യോഗസ്ഥരും വോട്ടർമാരും പൊരുത്തപ്പെടാത്തതാണ് പലയിടത്തും സമയം വൈകുന്നതിന് കാരണമായതെന്നാണ് പറയുന്നത്. അംഗപരിമിതർക്കായി വീൽചെയറുകളും രോഗികൾക്കായി സ്ട്രക്ചറുകളും സജ്ജമാക്കിയിരുന്നു. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളുടെ നേതൃത്വത്തിൽ പോളിംഗ് സ്റ്റേഷനുകളിൽ പ്രാഥമിക ചികിത്സ നൽകുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു. CCTV ന്യൂസ്, കേച്ചേരി. ഗുരുവായൂർ മേഖലയിൽ വോട്ടിംഗ് കേന്ദ്രങ്ങൾക്ക് മുന്നിൽ രാവിലെ മുതൽ വോട്ടർമാരുടെ നീണ്ട നിരയാണ് അനുഭവപ്പെട്ടത്. 2 കേന്ദ്രങ്ങളിൽ വോട്ടെടുപ്പ് സമയം കഴിഞ്ഞിട്ടും വോട്ടർമാരുടെ നീണ്ട നിരയായിരുന്നു. കാരിയൂർ സ്കൂൾ, ഇരിങ്ങപ്പുറം സ്കൂൾ എന്നിവിടങ്ങളിലാണ് വോട്ടെടുപ്പ് സമയം കഴിഞ്ഞിട്ടും തിരക്കനുഭവപ്പെട്ടത്. 6 മണി വരെ വരിയിൽ നിന്ന് എല്ലാവർക്കും വോട്ട് രേഖപ്പെടുത്താൻ അവസരം നൽകി. 7 മണിയോടെയാണ് 2 കേന്ദ്രങ്ങളിലും വോട്ടെടുപ്പ് പൂർത്തിയായത്. ഇരുട്ട് തടസ്സമാകാതിരിക്കാൻ വൈദ്യുതി സംവിധാനം ഒരുക്കിയിരുന്നു. രാവിലെ ചാറ്റൽ മഴയെ അവഗണിച്ചാണ് സ്ത്രീകളും പ്രായമായവരുമടക്കമുള്ളവർ വോട്ടിംഗ് കേന്ദ്രങ്ങളിലേക്ക് എത്തിയിരുന്നതെങ്കിൽ ഉച്ചയോടെ കനത്ത ചൂടിനെ അവഗണിച്ചും വോട്ടർമാരുടെ നീണ്ട നിരയായിരുന്നു. പോളിംഗ് മന്ദഗതിയിലായതാണ് വൈകാനിടയായതെന്ന് വോട്ടർമാർ പരാതിപ്പെട്ടു. 3 സാങ്കേതികമായ കാരണങ്ങളാൽ വോട്ടെടുപ്പിന് തടസ്സം നേരിടാനിടയാക്കി. കാവീട്, കുരഞ്ഞൂർ പോളിംഗ് ബൂത്തുകളിൽ നേരം വൈകിയാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത്. വോട്ടിംഗ് യന്ത്രത്തിൻ്റെയും VVPAT-ൻ്റെയും തകരാറുകളാണ് തടസ്സത്തിന് ഇടയാക്കിയത്. കാവീട് ബൂത്തിൽ 10 മിനിറ്റിനകം തകരാർ പരിഹരിച്ചെങ്കിൽ കുരഞ്ഞൂരിൽ മറ്റൊരു VVPAT കൊണ്ടുവന്നാണ് പോളിംഗ് ആരംഭിച്ചത്. കോട്ടപ്പടി ബദനി സ്കൂൾ ബൂത്തിൽ ഉച്ചയോടെ വോട്ടിംഗ് യന്ത്രം പണിമുടക്കി. അരമണിക്കൂറിനുള്ളിൽ മറ്റൊരു യന്ത്രം കൊണ്ടുവന്നാണ് വോട്ടെടുപ്പ് പുനരാരംഭിച്ചത്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നുമില്ലാതെ വളരെ സമാധാനപരമായായിരുന്നു ഗുരുവായൂർ മേഖലയിലെ വോട്ടെടുപ്പ് നടന്നത്. CCTV ന്യൂസ്, ഗുരുവായൂർ. എരുമപ്പെട്ടി മേഖലയിലെ ബൂത്തുകളിൽ വോട്ടിംഗ് യന്ത്രം തകരാറിലായതും വോട്ടിംഗ് ഇഴഞ്ഞു നീങ്ങിയതും ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കി. വോട്ടെടുപ്പ് തീരുന്ന സമയമായ 6 മണിക്ക് ശേഷവും പല ബൂത്തുകളിലും വൻ തിരക്ക് അനുഭവപ്പെട്ടു. ചിറ്റണ്ട പോളിംഗ് സ്റ്റേഷനിൽ 3 ബൂത്തുകളിലായി 500-ലധികം പേരും, കോട്ടപ്പുറം 140-ാം ബൂത്തിൽ 200-ഓളം പേരും വോട്ട് രേഖപ്പെടുത്തുന്നതിനായി സമയം കഴിഞ്ഞിട്ടും കാത്തുനിന്നു. പ്രിസൈഡിംഗ് ഓഫീസർ ക്യൂവിൽ നിൽക്കുന്നവർക്ക് ടോക്കൺ നൽകിക്കൊണ്ട് വോട്ട് രേഖപ്പെടുത്താനുള്ള അവസരം നൽകി. ഗ്രാമപ്രദേശമായ എരുമപ്പെട്ടി, കടങ്ങോട്, വേലൂർ പഞ്ചായത്തുകളിലെ പോളിംഗ് ബൂത്തുകളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വോട്ടർമാർ ബൂത്തുകൾക്ക് മുന്നിൽ സ്ഥാനം പിടിച്ചിരുന്നു. വോട്ടെടുപ്പ് സമാപിക്കാനുള്ള സമയം അടുത്തപ്പോഴേക്കും കൂട്ടത്തോടെയാണ് വോട്ടർമാർ പല ബൂത്തുകളിലേക്കും എത്തിയിരുന്നത്. ഭൂരിഭാഗം ബൂത്തുകളിലും 85% മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലായതും VVPAT-ൻ്റെ സാങ്കേതിക പ്രശ്നങ്ങളാൽ വോട്ടെടുപ്പ് ഇഴഞ്ഞു നീങ്ങിയതും വലിയ രീതിയിലാണ് വോട്ടർമാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചത്. ഇതിനെ തുടർന്ന് വോട്ടെടുപ്പ് സമയം കഴിഞ്ഞിട്ടും എരുമപ്പെട്ടി പഞ്ചായത്തിലെ ചിറ്റണ്ട മേഖലയിലെ പോളിംഗ് ബൂത്തിൽ 144, 145, 146 എന്നീ ബൂത്തുകളിലെ വോട്ടെടുപ്പ് ഇഴഞ്ഞു നീങ്ങിയത് മൂലം 500-ലധികം പേരാണ് വോട്ട് ചെയ്യാൻ കാത്തുനിന്നത്.
കോട്ടപ്പുറം 140 ബൂത്തിൽ യന്ത്രം തകരാറിലായതിനെ തുടർന്ന് 200ഓളം പേരും, മങ്ങാട് 138 ബൂത്തിൽ വോട്ടെടുപ്പ് ഇഴഞ്ഞു നീങ്ങിയതിനെ തുടർന്ന് 120ഓളം പേരും സമയം കഴിഞ്ഞിട്ടും വോട്ട് ചെയ്യാൻ ബാക്കിയായി. കടങ്ങോട് പഞ്ചായത്ത് ഓഫീസിലെ 117 നമ്പർ ബൂത്തും ചിറമനേങ്ങാട് സ്കൂളിലെ ബൂത്തിലും എരുമപ്പെട്ടി LP സ്കൂളിലെ 134, 135 ബൂത്തുകളിലും കുണ്ടന്നൂർ സ്കൂളിലെ ബൂത്തിലും ആട്ടത്ര സ്കൂളിലെ 141 ബൂത്തിലും വേലൂർ RMLP സ്കൂളിലെ 162 ബൂത്തിലും യന്ത്രത്തകരാർ മൂലം വോട്ടെടുപ്പ് മണിക്കൂറുകളോളമാണ് തടസ്സപ്പെട്ടത്. CCTV ന്യൂസ് എരുമപ്പെട്ടി. കടവല്ലൂർ കാട്ടകമ്പാൽ പോർക്കുളം പഞ്ചായത്തുകളിൽ കനത്ത പോളിംഗ്. സാങ്കേതിക തകരാറുണ്ടായെങ്കിലും അതിവേഗം പരിഹരിച്ചതോടെ പരാതികൾ ഒഴിവാക്കാനായി. രാവിലെ മുതൽ മേഖലയിൽ കനത്ത പോളിംഗ് ആണ് നടന്നത്. രാവിലെ 7 മണി മുതലാണ് പോളിംഗ് ആരംഭിച്ചത്. എന്നാൽ 7 മണിക്ക് മുൻപ് തന്നെ പോളിംഗ് കേന്ദ്രങ്ങളിൽ വോട്ടർമാരെ കൊണ്ട് നിറഞ്ഞിരുന്നു. മുൻകാലങ്ങളെ അപേക്ഷിച്ച് VVPAT സംവിധാനം കൂടി വന്നതോടെ വോട്ട് ചെയ്യാൻ കാലതാമസം നേരിട്ടു. നിലവിൽ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒരു മേഖലയിൽ 14 പ്രശ്ന സാധ്യതാ ബൂത്തുകളിൽ കൂടുതൽ പോലീസിനെ നിയോഗിച്ചിരുന്നു. രാവിലെ വോട്ടിംഗ് ആരംഭിച്ചതോടെ കടവല്ലൂർ സ്കൂളിലെ 23, 24 ബൂത്തുകളിലെ വോട്ടിംഗ് മെഷീൻ പ്രവർത്തനം നിലച്ചു. തുടർന്ന് ഉദ്യോഗസ്ഥരെത്തി കേടുപാടുകൾ പരിഹരിച്ചു. അരമണിക്കൂറോളം വൈകിയാണ് പോളിംഗ് ആരംഭിച്ചത്. പഴഞ്ഞി മാർ ബസേലിയസ് സ്കൂളിലെ വോട്ടിംഗ് മെഷീൻ തകരാറ് സംഭവിച്ചു. ബാറ്ററിയിൽ ചാർജില്ലാത്തതിനാൽ വോട്ട് നടന്നുകൊണ്ടിരിക്കെ 10:30 മെഷീൻ പ്രവർത്തനരഹിതമായത്. തുടർന്ന് ഉദ്യോഗസ്ഥരെത്തി കേടുപാടുകൾ പരിഹരിച്ചു. അതിനുശേഷം 1 മണിക്കൂറോളം വൈകി വോട്ടിംഗ് പുനരാരംഭിച്ചു. CCTV ന്യൂസ് പെരുമ്പിലാവ്. വേലൂർ മേഖലയിൽ പോളിംഗ് ശക്തമായിരുന്നു. വേനലിലെ കനത്ത വെയിലിനെ പോലും അവഗണിച്ച് നീണ്ട ക്യൂകളാണ് ഓരോ ബൂത്തുകൾക്ക് മുൻപിലും ദൃശ്യമായത്. വേലൂർ മേഖലയിൽ 21 ബൂത്തുകളിലും കടങ്ങോട് പഞ്ചായത്തിൽ 23 ബൂത്തുകളിലുമായാണ് വോട്ടെടുപ്പ് നടന്നത്. കാലത്ത് 7 മുതൽ തന്നെ സ്ത്രീകളടക്കമുള്ളവരുടെ നീണ്ട നിര വോട്ടെടുപ്പ് കേന്ദ്രങ്ങൾക്ക് മുന്നിൽ ദൃശ്യമായിരുന്നു. പ്രശസ്ത സാഹിത്യകാരൻ TD രാമകൃഷ്ണൻ ഉച്ചയ്ക്ക് മുന്നേ തന്നെ ഭാര്യയ്ക്കും മകൾക്കും ഒപ്പം തങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താൻ എത്തിയിരുന്നു. അതേസമയം നിയോജക മണ്ഡലത്തിലെ 2 ബൂത്തുകളിൽ വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് മുന്നേ വോട്ടിംഗ് യന്ത്രങ്ങളിൽ തകരാർ മൂലം വൈകിയാണ് വോട്ടിംഗ് തുടങ്ങിയത്. മേഖലയിൽ എവിടെ നിന്നും കാര്യമായ അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പുന്നയൂർ, വടക്കേക്കാട്, പുന്നയൂർക്കുളം പഞ്ചായത്തുകളിൽ ശക്തമായ വോട്ടിംഗ് ആണ് നടന്നത്. ഏകദേശം 70% പോളിംഗ് രേഖപ്പെടുത്തിയെന്നാണ് ഒടുവിൽ ലഭിച്ച വിവരം. വടക്കേക്കാട് പഞ്ചായത്തിലെ പല ബൂത്തുകളിലും വോട്ട് രേഖപ്പെടുത്താൻ സമ്മതിദായകർക്കായില്ല. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാതെയും BLOമാർ വോട്ടിംഗ് സ്ലിപ്പുകൾ വീടുകളെത്തിക്കുന്നതിലെ അനാസ്ഥയും പല വോട്ടർമാർക്കും വോട്ട് നിഷേധിച്ചു. വോട്ട് രേഖപ്പെടുത്താനെത്തിയവർ വോട്ടിംഗ് ലിസ്റ്റിൽ പേരില്ലാത്തതിനാൽ മടങ്ങിപ്പോകേണ്ടി വന്നു. പല വ്യക്തികളും പരാതികളുമായി വില്ലേജ് ഓഫീസറെ സമീപിച്ചു. 3 പഞ്ചായത്തുകളിലെ 9 പ്രശ്നബാധിത ബൂത്തുകളിൽ ശക്തമായ പോലീസ് കാവലും ക്യാമറയും സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു. തൃശൂർ SP യതീഷ് ചന്ദ്ര പ്രശ്നബാധിത ബൂത്തുകൾ സന്ദർശിക്കുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു. പുന്നയൂർക്കുളം പഞ്ചായത്തിലെ അണ്ടത്തോട്, ചെറായി, പുന്നയൂർ പഞ്ചായത്തിലെ അകലാട്, വടക്കേക്കാട് പഞ്ചായത്തിലെ കൊച്ചന്നൂർ, തിരുവളയന്നൂർ എന്നിവിടങ്ങളിൽ രാവിലെ വോട്ടിംഗ് ആരംഭിച്ചപ്പോൾ മെഷീൻ തകരാറിലായെങ്കിലും ഉടനടി പരിഹരിച്ചു. കഴിഞ്ഞ രാത്രിയുണ്ടായ ഇടിമിന്നലിൽ പല സ്ഥലങ്ങളിലെയും വൈദ്യുതബന്ധം തകരാറിലായത് രാവിലെ വോട്ടെടുപ്പിനെ തടസ്സമായി. ഇലക്ഷൻ കമ്മീഷന്റെ നേതൃത്വത്തിൽ ബൂത്തുകളിൽ സമ്മാന നറുക്കെടുപ്പിനായി ബോക്സുകൾ സ്ഥാപിച്ചത് വോട്ട് ചെയ്യാനെത്തിയവർക്ക് കൗതുകമായി. വോട്ട് ചെയ്തവർ അവരുടെ പേരുള്ള സ്ലിപ്പുകൾ ബോക്സിൽ നിക്ഷേപിച്ചാണ് മടങ്ങിയത്. CCTV ന്യൂസ് പുന്നയൂർക്കുളം. കടങ്ങോട് പഞ്ചായത്തിൽ UDF അനുഭാവികളുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്നും വ്യാപകമായി നീക്കം ചെയ്തതായി പരാതി. വെള്ളർക്കാട്, ചിറമനേങ്ങാട് പ്രദേശങ്ങളിലെ 112, 116, 117, 121 എന്നീ ബൂത്തുകളിൽ നിന്നും 300-ലധികം വോട്ടർമാരുടെ പേരുകൾ വെട്ടിമാറ്റിയതായി പറയുന്നു. ഇതിനെ തുടർന്ന് വോട്ടർമാർ ബൂത്തുകളിലെത്തി വോട്ട് രേഖപ്പെടുത്താൻ കഴിയാതെ മടങ്ങേണ്ടി വന്നു. BLOമാരുടെ ഭാഗത്തു നിന്നുള്ള അപാകതയാണെന്ന് ചൂണ്ടിക്കാണിച്ചും സംഭവത്തിന് പുറകിൽ രാഷ്ട്രീയ ഇടപെടലുകളുണ്ടോ എന്നതിനെക്കുറിച്ചും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടും ജില്ലാ ചീഫ് പ്രിസൈഡിംഗ് ഓഫീസർക്ക് പരാതി നൽകുമെന്ന് UDF നേതൃത്വം അറിയിച്ചു. UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് തിപ്പിലശ്ശേരി സ്കൂളിലെ പോളിംഗ് ബൂത്തിൽ സന്ദർശനം നടത്തി. കോൺഗ്രസ് പ്രവർത്തകരോടൊപ്പമാണ് ബൂത്തിലെ വോട്ടർമാരെ കാണുന്നതിനായി രമ്യ ഹരിദാസ് എത്തിയത്. തിപ്പിലശ്ശേരി സ്കൂളിലെത്തിയ രമ്യ വോട്ടർമാരെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. തുടർന്ന് റോഡിലേക്കിറങ്ങി എല്ലാവരെയും ഹസ്തദാനം ചെയ്തതിനു ശേഷം ആലത്തൂരിലേക്ക് മടങ്ങി. UDF ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ K ജയശങ്കർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ദേവദാസ്, DCC സെക്രട്ടറിമാരായ KC ബാബു, CI ഇട്ടി മാത്യു, PA മാധവൻ തുടങ്ങിയവർ രമ്യയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. തിപ്പിലശ്ശേരി സ്കൂളിലെത്തിയ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന് നേരെ CPM പ്രവർത്തകരുടെ പ്രതിഷേധം. രമ്യ ഹരിദാസും കോൺഗ്രസ് പ്രവർത്തകരും തിപ്പിലശ്ശേരി സ്കൂളിലെത്തി വോട്ടർമാരുമായി സംസാരിക്കുന്നതിനിടെയാണ് CPM പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഇത്തരം വൃത്തികെട്ട നാടകങ്ങൾ അനുവദിക്കില്ലെന്ന് പറഞ്ഞായിരുന്നു CPM പ്രവർത്തകർ കോൺഗ്രസ് പ്രവർത്തകരെ തടഞ്ഞത്. എന്നാൽ പ്രശ്നങ്ങൾക്ക് നിൽക്കരുതെന്നും പ്രവർത്തകർ ശാന്തരാകണമെന്നും രമ്യ ഹരിദാസ് പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയതോടെ കോൺഗ്രസ് പ്രവർത്തകർ ശാന്തരായി. തുടർന്ന് പോലീസ് എത്തി ഇരു വിഭാഗക്കാരെയും പുറത്താക്കി.
ഇത്തവണ ആലത്തൂർ UDFന്റെ കൈകളിലാണെന്ന് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് പറഞ്ഞു. അടുക്കും ചിട്ടയോടും കൂടിയുള്ള പ്രവർത്തനമാണ് തന്റെ വിജയസാധ്യത ഉറപ്പിക്കുന്നതെന്നും രമ്യ പറഞ്ഞു. കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ ബൂത്തുകളിൽ സന്ദർശനം നടത്തി സംസാരിക്കുകയായിരുന്നു രമ്യ. ബൂത്തുകളൊക്കെ വളരെ സജീവമായിട്ട് ആളുകൾ വളരെ നേരത്തെ തന്നെ വന്ന് വോട്ട് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. വലിയൊരു സന്തോഷവും വലിയൊരു ആവേശമാണ് ഇത് നൽകുന്നത്. ഓരോ ബൂത്തുകളും ഇപ്പോൾ കയറി തുടങ്ങിയ എല്ലാ ബൂത്തുകളും വളരെ നല്ല രീതിയിലുള്ളതാണ്. ആളുകളുടെ ഇടയിൽ നിന്നും നമ്മൾ ചെല്ലുന്ന സമയത്ത് തന്നെ നമുക്കത് അറിയാൻ പറ്റും ഒരു മാറ്റം. വലിയ ആത്മവിശ്വാസത്തിലാണ്. എങ്ങനെ വലിയ ആവേശം തന്നെയല്ലേ എല്ലാവരും, വളരെ സജീവമായിട്ട് എല്ലാവരും കൃത്യമായിട്ട് റൂട്ടിട്ടിട്ട് വാർഡുകളിലെ ബൂത്തിലെ വോട്ടർ ലിസ്റ്റ് അനുസരിച്ചുള്ള ആളുകളെ കൊണ്ടുവരുന്നൊരു തിരക്കിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആളുകൾ ഒരു വശത്ത് കൂടി നിൽക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ഇന്ന് കാണാൻ പറ്റത്തില്ല. ആലത്തൂർ പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി PK ബിജു കുന്നംകുളത്തെ വിവിധ ബൂത്തുകളിൽ സന്ദർശനം നടത്തി. കുന്നംകുളം ഗേൾസ് ഹൈസ്കൂൾ ബൂത്തിലാണ് ഉച്ചയോടെ PK ബിജു എത്തിയത്. CPM ഏരിയ സെക്രട്ടറി MN സത്യൻ, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ KT സാജൻ മാസ്റ്റർ തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. കുന്നംകുളത്തെ മറ്റു ചില ബൂത്തുകളും PK ബിജു സന്ദർശിച്ചു. പോളിംഗ് ശതമാനം കൂടിയത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു എന്നും വിജയപ്രതീക്ഷയുണ്ടെന്നും ബിജു പറഞ്ഞു. വോട്ടർമാരുടെ നീണ്ട നിരയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ബഹുഭൂരിപക്ഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ രാവിലെ തന്നെ അവരുടെ വോട്ടവകാശം വിനിയോഗിച്ചിട്ടുണ്ട്. മതനിരപേക്ഷ ഭാരതത്തിനും വികസിത കേരളത്തിനും വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാറാൻ പോവുകയാണ്. കണ്ടാണശ്ശേരി നമ്പഴിക്കാട് കോൺഗ്രസ് പ്രവർത്തകർക്ക് മർദ്ദനമേറ്റതായി പരാതി. നമ്പഴിക്കാട് സ്വദേശികളായ ജിനോവിൻ വർഗീസ്, ആന്റോയുടെ മകൻ ആൽവിൻ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം രാത്രി ബൂത്ത് അലങ്കരിക്കുന്നതിനിടെ മർദ്ദനമേറ്റത്. നമ്പഴിക്കാട് തീപ്പെട്ടി കമ്പനിക്ക് സമീപമായിരുന്നു സംഭവം. പരിക്കേറ്റ മൂവരെയും കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകി ഡിസ്ചാർജ് ചെയ്തു. CPM പ്രവർത്തകരാണ് അക്രമത്തിന് പിന്നിലെന്ന് കോൺഗ്രസ് ആരോപിച്ചു. വോട്ട് ചെയ്യാനെത്തിയവരെ വെയിലത്ത് നിർത്തിയതായി പരാതി. കരിക്കാട് സ്കൂളിലാണ് വോട്ട് ചെയ്യാനെത്തിയവരെ വെയിലത്ത് നിർത്തിയത്. മണിക്കൂറുകളോളം വെയിലത്ത് നിന്ന വോട്ടർമാർ പ്രതിഷേധം അറിയിച്ചതോടെ പോലീസും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും ഇടപെട്ട് ഇവരെ സ്കൂളിന് സമീപം തണലിലേക്ക് മാറ്റി നിർത്തി. പ്രായമായവർക്ക് സഹായമായി പോലീസ്. തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള പോലീസുകാരാണ് പ്രായമുള്ളവർ വോട്ട് ചെയ്യാനെത്തുമ്പോൾ അവർക്ക് സഹായമാകുന്നത്. വോട്ട് ചെയ്യാനെത്തിയവരിൽ 70, 80, 90 കഴിഞ്ഞവർക്ക് സ്കൂളിലെ ക്ലാസ് റൂമിന്റെ പടികൾ കയറാൻ ഏറെ പ്രയാസം അനുഭവിക്കുമ്പോൾ തിരക്കുകൾക്കിടയിലും തെരഞ്ഞെടുപ്പ് ചുമതലയിലുള്ള പോലീസുകാരെത്തിയാണ് കൈപിടിച്ചും എടുത്തും ഇവരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിച്ചത്. പെരുമ്പിലാവ് മേഖലയിൽ കുന്നംകുളം CI K വിജയകുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് ഒരുക്കിയത് പഴുതടച്ച സുരക്ഷയാണ്. പ്രശ്നബാധിത ബൂത്തുകളായ കൊരട്ടിക്കരയിൽ ഉൾപ്പെടെ കനത്ത പോലീസ് കാവലാണ് ഏർപ്പെടുത്തിയിരുന്നത്. കുന്നംകുളം CI K വിജയകുമാർ, കുന്നംകുളം SI UK ഷാജഹാൻ, അഡീഷണൽ SI ഹക്കീം എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വിവിധ പോളിംഗ് സ്റ്റേഷനുകളിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി. 14 പ്രശ്നബാധിത ബൂത്തുകളിലും കൂടുതൽ പോലീസിനെ നിയോഗിച്ചു. കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് വോട്ട് രേഖപ്പെടുത്തി. അക്കിക്കാവ് സെന്റ് മേരീസ് കോളേജിൽ കുടുംബത്തോടൊപ്പം എത്തിയാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത്. രാവിലെ 8 മണിയോടെ എത്തിയ അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പ് സോണൽ ഓഫീസർ സ്വീകരിച്ചു. മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം നേടിയ കവിയും ഗാനരചയിതാവുമായ BK ഹരിനാരായണൻ കരിക്കാട് UP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. രാവിലെ 9:30 എത്തിയ അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പ് സോണൽ ഓഫീസർ വിനോദ് സ്വീകരിച്ചു. ഇവിടെ നല്ല തിരക്ക് കാണാനുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പോളിംഗ് ശതമാനം വളരെയധികം കൂടാനാണ് സാധ്യത. ഏതായാലും ഈ മഹത്തായിട്ടുള്ള ജനാധിപത്യ പ്രക്രിയയിൽ എല്ലാവരും വളരെ ഊർജ്ജസ്വലമായിട്ട് പങ്കെടുക്കുന്നത് കാണുമ്പോൾ വലിയ സന്തോഷവും പ്രതീക്ഷയുണ്ട്. പ്രശസ്ത സാഹിത്യകാരൻ TD രാമകൃഷ്ണൻ വോട്ട് രേഖപ്പെടുത്തി. കടങ്ങോട് പഞ്ചായത്തിലെ എയ്യാൽ പ്രിയദർശിനി അംഗനവാടിയിലെ 125 നമ്പർ ബൂത്തിലെത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഭാര്യ ആനന്ദവല്ലി, മകൾ സൂര്യ എന്നിവർക്കൊപ്പമെത്തിയാണ് അദ്ദേഹം വോട്ട് ചെയ്തത്. നടനും കുന്നംകുളത്തെ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യവുമായ VK ശ്രീരാമൻ വടുതല ഗവൺമെന്റ് UP സ്കൂളിൽ വോട്ട് ചെയ്തു. രാവിലെ 9:30 വടുതല ഗവൺമെന്റ് UP സ്കൂളിൽ VK ശ്രീരാമൻ കുടുംബസമേതം വോട്ട് ചെയ്യാനായി എത്തിയത്. താൻ പഠിച്ച സ്കൂളാണ് വടുതല ഗവൺമെന്റ് UP സ്കൂളെന്നും ആദ്യ വോട്ട് താൻ ഇവിടെ തന്നെയാണ് ചെയ്തതെന്നും VK ശ്രീരാമൻ പിന്നീട് CCTV ന്യൂസിനോട് പറഞ്ഞു. ഇടക്കാലത്ത് കുറച്ചുനാൾ വോട്ട് ചെയ്യാൻ സാധിച്ചില്ല. എന്നാൽ ഇപ്പോൾ ജനാധിപത്യ പ്രക്രിയയെ സംബന്ധിച്ച് കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ടെന്നും അതുകൊണ്ട് വോട്ട് പാഴാക്കാതെ എല്ലാ തവണയും വോട്ട് ചെയ്യാൻ എത്തുമെന്നും VK ശ്രീരാമൻ പറഞ്ഞു. ആദ്യ വോട്ടിൻ്റെ ഓർമ്മകൾ
പ്രത്യേകിച്ചൊന്നുമില്ല. കാരണം ഞാൻ പഠിച്ച സ്കൂളാണ്, എൻ്റെ അമ്മ പഠിപ്പിച്ചിരുന്ന സ്കൂളാണ്. ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും പഠിച്ചത് ഈ സ്കൂളിലാണ്. അത് കാരണം ഈ സ്കൂളിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിനാണ് വരുന്നത്. അത് വോട്ടെടുപ്പിനായാലും മറ്റ് ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിനായാലും ഒക്കെ സാധാരണ സംഭവമായിട്ട് മാത്രമേ കണക്കാക്കിയിട്ടുള്ളൂ. ആദ്യകാലങ്ങളിലൊക്കെ കുറേ ഇലക്ഷൻ വോട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. കുറേ പ്രാവശ്യത്തെ വോട്ടുകൾ അങ്ങനെ ഇല്ലാതെയാവുകയും ചെയ്തിട്ടുണ്ട്. ഈയിടെയാണ് വേണമെങ്കിൽ കുറച്ചുകൂടി സജീവമായിട്ട് ഇലക്ഷനിൽ പങ്കെടുക്കണം, തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കണം എന്നുള്ള ഒരു തോന്നലുണ്ടായത്. ഇപ്രാവശ്യം അതുപോലെ തന്നെ. കുന്നംകുളം നഗരസഭ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ആനയിക്കൽ CMS LP സ്കൂളിൽ വോട്ട് ചെയ്യാനെത്തി. ചൊവ്വാഴ്ച രാവിലെ 10 മണിയോടെയാണ് ചെയർപേഴ്സൺ കുടുംബവുമൊത്ത് വോട്ട് ചെയ്യാനായി എത്തിയത്. ആനയിക്കൽ LP സ്കൂളിലെ 94-ാം ബൂത്തിലായിരുന്നു സീതാ രവീന്ദ്രന് വോട്ട്. രാവിലെ മുതൽ തന്നെ ആനയിക്കൽ സ്കൂളിൽ വോട്ട് ചെയ്യാൻ എത്തിയവരുടെ വലിയ തിരക്കുണ്ടായിരുന്നു. 3 പോളിംഗ് ബൂത്തുകൾ ആനയിക്കൽ LP സ്കൂളിൽ ക്രമീകരിച്ചിരുന്നു. UDF ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ വോട്ട് രേഖപ്പെടുത്തി. കൊരട്ടിക്കര UP സ്കൂളിലെ 32-ാം നമ്പർ പോളിംഗ് ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. രാജ്യത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ എല്ലാവരും തങ്ങളുടെ സമ്മതിദാനം വിനിയോഗിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗവൺമെന്റ് കേരളത്തിൽ ഗവൺമെന്റിന്റെ മനംമാറ്റം, ധാർഷ്ട്യവും അഹങ്കാരവും ഇല്ലാത്ത ഒരു അവസ്ഥ ഇനി അടുത്ത വർഷങ്ങളിൽ ഉണ്ടാകണം കേരളത്തിൽ എന്നാഗ്രഹിക്കുന്ന ജനങ്ങളുണ്ട്. അതുകൊണ്ട് സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകളുടെ ജനദ്രോഹ നടപടികൾക്കെതിരെയുള്ള ഒരു വലിയ വിധി എഴുത്തായി ഈ തെരഞ്ഞെടുപ്പ് മാറും എന്ന് യാതൊരു സംശയവുമില്ല. വടക്കേക്കാട് പഞ്ചായത്തിലെ കല്ലിങ്ങൽ സ്കൂളിൽ 58-ാം നമ്പർ ബൂത്തിൽ പുറമേ നിന്നെത്തിയ ആളുകൾ വോട്ട് ക്യാൻവാസ് ചെയ്യുന്നത് 2ാം വാർഡ് മെമ്പർ അഷ്റഫ് പാവൂരിൽ ചോദ്യം ചെയ്തത് സംഘർഷാവസ്ഥയ്ക്കിടയാക്കി. തർക്കം ബൂത്തിന് വെളിയിലേക്ക് ആക്രമണത്തിലേക്കും കടക്കും മുമ്പ് വടക്കേക്കാട് ASI ജോഷിയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പ്രശ്നം പരിഹരിച്ചു. ATM കൗണ്ടറിൽ മോഷണശ്രമം. കേച്ചേരിയിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ATM കൗണ്ടറിലാണ് മോഷണശ്രമം നടന്നത്. ചൊവ്വാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് ATM കൗണ്ടറിനുള്ളിൽ അതിക്രമിച്ചു കയറിയ യുവാവ് മോഷണശ്രമം നടത്തിയത്. മുണ്ടുപയോഗിച്ച് മുഖം മറച്ച മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട്. ക്യാമറയിലേക്ക് സ്പ്രേ ചെയ്ത ശേഷം മുഖത്തെ തുണി മാറ്റുന്നതും ക്യാമറയിൽ ദൃശ്യമാണ്. മെഷീൻ തകർക്കാൻ വിഫല ശ്രമം നടത്തിയ മോഷ്ടാവ് ഒടുവിൽ പിന്മാറുകയായിരുന്നു. തൃശൂർ കുന്നംകുളം റോഡിലുള്ള ബാങ്ക് ശാഖയോട് ചേർന്നാണ് ATM കൗണ്ടർ പ്രവർത്തിക്കുന്നത്. മുൻപും ഇവിടെ സമാനമായ രീതിയിൽ മോഷണശ്രമം നടന്നിട്ടുണ്ട്. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. പിതാവിന്റെ വേർപാട് സമ്മാനിച്ച വൈഷമ്യത്തിലും തന്റെ സമ്മതിദാനാവകാശം വിനിയോഗിച്ച് UR പ്രദീപ് MLA. വൈകിട്ട് 5:30യോടെയാണ് വോട്ട് രേഖപ്പെടുത്താനായി ദേശമംഗലം പഞ്ചായത്ത് ഓഫീസിലെ 25-ാം നമ്പർ ബൂത്തിൽ MLA എത്തിയത്. ചൊവ്വാഴ്ച പുലർച്ചെ 5:30യോടെയാണ് MLAയുടെ പിതാവ് തെക്കേപുരയ്ക്കൽ രാമൻ ശ്വാസതടസ്സത്തെ തുടർന്ന് നിര്യാതനായത്. ബുധനാഴ്ച രാവിലെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ചതിനു ശേഷം 3 മണിയോടെ സംസ്കാര ചടങ്ങുകൾ നടക്കും. കടങ്ങോട് പഞ്ചായത്തിലെ 122, 123 തുടങ്ങിയ നിരവധി ബൂത്തുകളിലെ വോട്ടർമാരുടെ പേരുകൾ നീക്കം ചെയ്തതായി പരാതി. മരത്തങ്കോട്, കിടങ്ങൂർ, പന്നിത്തടം, ചിറമനേങ്ങാട് എന്നിവിടങ്ങളിലെ 70ഓളം വോട്ടർമാരാണ് പരാതിയുമായി രംഗത്തെത്തിയത്. 2016-18 കാലയളവിൽ BLO ആയി വന്നവർ യാതൊരു അറിയിപ്പുകളും നൽകാതെ പേരുകൾ നീക്കം ചെയ്തതായാണ് മനസ്സിലാക്കാൻ സാധിച്ചതെന്ന് നാട്ടുകാർ പറഞ്ഞു. നിയമപരമായി ആളുകൾ താമസം മാറുകയോ മരണം സംഭവിക്കുകയോ ചെയ്താൽ മാത്രം വോട്ടർ പട്ടികയിൽ മാറ്റം വരുത്താൻ സാധിക്കുകയുള്ളൂ. എന്നിരിക്കെ ഇത്രയും ആളുകളുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ ഇല്ലാത്തത് പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. വടക്കാഞ്ചേരി ഇലക്ഷൻ രജിസ്ട്രേഷൻ ഓഫീസറായ തഹസീൽദാർക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകി. കളക്ടർക്കും പരാതി കൊടുക്കുമെന്ന് ഗ്രാമവാസികൾ അറിയിച്ചു. ഈ തവണത്തെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വോട്ട് ചെയ്യാൻ സ്കൂളിൽ പോയ സമയത്താണ് എൻ്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് പൂർണ്ണമായി നീക്കം ചെയ്തിട്ടുണ്ട് എന്നുള്ള അറിയിപ്പ് എനിക്ക് ലഭിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ അവിടെയുള്ള ആളുകളുമായി സംസാരിച്ചപ്പോൾ കേവലം എൻ്റെ ബൂത്തിൽ നിന്ന് തന്നെ ഏകദേശം 70ൻ്റെ അടുത്ത് ആളുകളുടെ പേരുകൾ ഇത്തരത്തിൽ നീക്കം ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. തഹസിൽദാറിൻ്റെ അടുത്ത് പരാതി കൊടുക്കാൻ ചെന്ന സമയത്ത് അവിടുന്ന് ലഭിച്ച ഒരു സ്വീകരണം എന്ന് പറയുന്നത് പരാതി കേൾക്കാൻ തയ്യാറാവാത്ത രീതിയിൽ പെരുമാറുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. ഒരുപാട് വ്യക്തികൾക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നറിഞ്ഞിട്ടുണ്ട്. അവരെ എല്ലാവരും ചേർത്തുകൊണ്ട് അവരുടെ പേരിലോ അപേക്ഷ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈവൻ തഹസിൽദാർക്കെതിരെ പോലും പരാതി കൊടുക്കണോ എന്നുള്ള രീതിയിൽ നിയമവിദഗ്ധരുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ ഏക ട്രാൻസ്ജെൻഡറുടെ വോട്ട് കുന്നംകുളം ഗേൾസ് ഹൈസ്കൂളിലായിരുന്നു. ചൊവ്വാഴ്ച വൈകുന്നേരമാണ് ഇവർ വോട്ട് ചെയ്യാനെത്തിയത്. ട്രാൻസ്ജെൻഡേഴ്സ് ആദ്യമായി അവരുടെ ഐഡന്റിറ്റിയിൽ വോട്ടവകാശം വിനിയോഗിച്ച തെരഞ്ഞെടുപ്പായിരുന്നു ഇത്.
കുന്നംകുളം മണ്ഡലത്തിൽ വോട്ടിനായി അപേക്ഷിച്ച ഏക ട്രാൻസ്ജെൻഡർ കണിയാമ്പാലിലെ ദേവൂട്ടി ഷാജിയായിരുന്നു. ഇവർ ചൊവ്വാഴ്ച അവസാന നിമിഷത്തിലാണ് വോട്ട് ചെയ്യാനെത്തിയത്. കുന്നംകുളം ഗവൺമെൻറ് ബോയ്സ് സ്കൂളിലെ 77-ാം ബൂത്തിൽ 5:50 ദേവൂട്ടി എത്തിയത്. കണിയാമ്പാൽ മച്ചിങ്ങൽ പരേതനായ കുട്ടാപ്പുവിൻ്റെയും അമ്മിണിയുടെയും മകനാണ് ഷാജി. 2016 കുന്നംകുളം നിയോജക മണ്ഡലത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പുരുഷൻ എന്ന രീതിയിലാണ് വോട്ടർ പട്ടികയിലുണ്ടായിരുന്നത്. ഈയിടെയാണ് ഔദ്യോഗികമായി പേര് മാറ്റിയത്. വോട്ടർ പട്ടികയിൽ പേര് മാറ്റുന്നതിന് മാർച്ചിൽ അപേക്ഷ നൽകി. ഏപ്രിൽ ആദ്യവാരത്തിൽ ദേവൂട്ടി ഷാജി എന്ന പേരിൽ തിരിച്ചറിയൽ കാർഡ് ലഭിച്ചു. നിയോജക മണ്ഡലത്തിലെ പട്ടിക പ്രസിദ്ധീകരിച്ചതോടെ ഏക ട്രാൻസ്ജെൻഡറായി ദേവൂട്ടി പട്ടികയിൽ ഇടം നേടി. കുന്നംകുളത്തെ വിവിധ ട്യൂട്ടോറിയൽ കോളേജുകളിൽ അധ്യാപകനായിരുന്നു. ഇപ്പോൾ തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ലീഗൽ സർവീസ് അതോറിറ്റി വോളണ്ടിയറായി ജോലി ചെയ്യുകയാണ് ദേവൂട്ടി ഷാജി. CCTV ന്യൂസ് കുന്നംകുളം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് അവസാനിച്ചതോടെ വോട്ടിംഗ് യന്ത്രവും VVPAT മെഷീനും അനുബന്ധ സാമഗ്രികളും തിരിച്ചേൽപ്പിക്കാനുള്ള തത്രപ്പാടിൽ ഉദ്യോഗസ്ഥർ. പലയിടത്തും പോളിംഗ് അവസാനിക്കാൻ വൈകിയതോടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരാണ് ജോലി അവസാനിപ്പിച്ച് വീടുകളിലേക്ക് മടങ്ങാൻ കഴിയാതെ ബുദ്ധിമുട്ടിലായത്. പോളിംഗ് നേരത്തെ കഴിഞ്ഞ ബൂത്തുകളിലാകട്ടെ വോട്ടിംഗ് യന്ത്രം ഉൾപ്പെടെയുള്ള സാമഗ്രികൾ ഏറ്റെടുക്കാനുള്ള വാഹനം കാത്തിരിക്കേണ്ട ഗതികേടിലുമായി. പോളിംഗ് കഴിഞ്ഞ രാഷ്ട്രീയ കക്ഷികളുടെ ഏജന്റുമാരുടെ സാന്നിധ്യത്തിലാണ് ഉദ്യോഗസ്ഥർ യന്ത്രവും മറ്റു ഉപകരണങ്ങളും പാക്ക് ചെയ്തത്. പ്രിസൈഡിംഗ് ഓഫീസറും പോളിംഗ് ഓഫീസർമാരും ചേർന്ന് യന്ത്രങ്ങൾ ഒതുക്കിവെക്കുകയും അരക്കുപയോഗിച്ച് സീൽ ചെയ്യുകയും ചെയ്തു. രാഷ്ട്രീയ കക്ഷികളുടെ ഏജന്റുമാർ നിശ്ചിത ഫോറങ്ങളിൽ ഒപ്പിടുകയും ചെയ്തു. കളക്ടറേറ്റിൽ നിന്നും ഏൽപ്പിച്ച ഓരോ വസ്തുവും കൃത്യമായി തിരഞ്ഞ് തിട്ടപ്പെടുത്തിയാണ് സാധന സാമഗ്രികൾ പാക്ക് ചെയ്തത്. ചിലയിടത്ത് യന്ത്രവും സാമഗ്രികളും ഏറ്റെടുക്കാനുള്ള വാഹനങ്ങൾ ഏറെ വൈകിയാണ് എത്തിയത്. പുന്നൂർക്കുളം പഞ്ചായത്തിലെ അണ്ടത്തോട്, ചെറായി, പുന്നൂർ പഞ്ചായത്തിലെ അകലാട്, വടക്കേക്കാട് പഞ്ചായത്തിലെ കൊച്ചന്നൂർ എന്നിവിടങ്ങളിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായെങ്കിലും ഉടനടി പരിഹരിച്ച് വോട്ടിംഗ് ആരംഭിച്ചു. വടക്കേക്കാട് പഞ്ചായത്തിലെ 70-71 ബൂത്തുകളിൽ BLOമാർ വോട്ടിംഗ് സ്ലിപ്പുകൾ എത്തിക്കാത്തതിനാൽ ബൂത്തുകൾ അറിയാതെ വോട്ടർമാർ ദുരിതത്തിലായി. 3 പഞ്ചായത്തുകളിലായി 75 ബൂത്തുകളാണ് ഉണ്ടായിരുന്നത്. 9 പ്രശ്നബാധിത ബൂത്തുകളിൽ ശക്തമായ പോലീസ് കാവലും ക്യാമറയും സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു. വടക്കേക്കാട് SHO V രാജേഷ് കുമാർ, SI K പ്രദീപ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് പട്രോളിംഗ് നടത്തി. ഗുരുവായൂർ മാവിൻചുവട് കാറിടിച്ച് സ്കൂട്ടർ യാത്രികന് പരിക്കേറ്റു. മാവിൻചുവട് ശ്രീനിലയത്തിൽ വിജയകുമാറിനാണ് പരിക്കേറ്റത്. ഉച്ചതിരിഞ്ഞ് 4:30യോടെയായിരുന്നു അപകടം. റോഡ് മുറിച്ചു കടക്കാനുള്ള ശ്രമത്തിനിടയിൽ ചൂണ്ടൽ ഭാഗത്തേക്ക് പോയിരുന്ന കാർ ഇടിക്കുകയായിരുന്നു. ഇടതുകാലിന് സാരമായി പരിക്കേറ്റ ഇയാളെ ഗുരുവായൂർ ആക്ട്സ് പ്രവർത്തകർ ചേർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൂണ്ടൽ മരീന ഹോം മഠത്തിലെ സിസ്റ്റർ ജോസ് മേരി നിര്യാതയായി 79 വയസ്സായിരുന്നു. സെന്റ് ജോസഫ് ആശുപത്രിയിലെ മുൻ നഴ്സിംഗ് സൂപ്രണ്ടും നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പാളുമായിരുന്നു. തൃശൂർ സേവനാലയത്തിൽ 4 നൂറ്റാണ്ടിലേറെ കാലം കൗൺസിലറായി സേവനം അനുഷ്ഠിച്ചിരുന്നു. കഴിഞ്ഞ 1 വർഷമായി മരീന ഹോമിൽ വിശ്രമ ജീവിതം നയിച്ചു വരികയായിരുന്നു സിസ്റ്റർ. സംസ്കാരം ചൊവ്വാഴ്ച വൈകിട്ട് 4-ന് മരീന ഹോം കപ്പേളയിൽ തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിന്റെ കാർമ്മികത്വത്തിൽ നടന്നു. കനകമല പുല്ലേലി വീട്ടിൽ പരേതരായ ഔസേപ്പ് മറിയം ദമ്പതികളുടെ മകളാണ്. തിങ്കളാഴ്ച രാത്രിയിലുണ്ടായ ശക്തമായ ഇടിമിന്നലിൽ വീട് തകർന്നു. പുന്നൂർ പഞ്ചായത്തിലെ 5-ാം വാർഡിൽ തെക്കേ പുന്നൂർ കവളയങ്ങാട്ട് പ്രശാന്തിന്റെ വീടാണ് ഇടിമിന്നലിൽ തകർന്നത്. വീടിന്റെ ഭിത്തികളിൽ വിള്ളലുണ്ട്. ഇലക്ട്രിക് മീറ്ററും മെയിൻ സ്വിച്ചുകളും കത്തിനശിച്ചു. ഇലക്ട്രിക് ഉപകരണങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. നവമാധ്യമ കാഴ്ച. മക്കളെക്കുറിച്ച് അമ്മമാർക്ക് എപ്പോഴും ആദിയാണ്. പലപ്പോഴും കുഞ്ഞുങ്ങളെ ഓർത്ത് തീ തിന്നുകയാണെന്ന് പറയാറുമുണ്ട്. ഇവിടെ ഇതാ യഥാർത്ഥത്തിൽ തീ തിന്നുകയാണ്. എന്തായാലും ആരും ഈ തീ വിഴുങ്ങൽ അനുകരിച്ച് അപകടം വിലയ്ക്ക് വാങ്ങണ്ട. വെള്ളാറ്റഞ്ഞൂരിൽ നിന്ന് സാന്റോ നൽകിയ ദൃശ്യം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
കേരളം വിധിയെഴുതി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് സമയം പൂർത്തിയായപ്പോൾ കേരളത്തിൽ റെക്കോർഡ് പോളിംഗ്. 75% പേർ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. തൃശൂരിലും ആലത്തൂരിലും കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച പോളിംഗ്. വോട്ടിംഗ് മെഷീൻ വ്യാപകമായി പണിമുടക്കി. വോട്ടിംഗ് പലയിടത്തും തടസ്സപ്പെട്ടത് മണിക്കൂറുകൾ. ചാവക്കാട് മേഖലയിൽ വോട്ടിംഗ് മെഷീൻ 6 പണിമുടക്കിയപ്പോൾ 3 വോട്ടിംഗ് ആരംഭിക്കാൻ മണിക്കൂറോളം വൈകി. എരുമപ്പെട്ടിയിൽ വോട്ടിംഗ് യന്ത്രം തകരാറിലായതും വോട്ടിംഗ് ഇഴഞ്ഞു നീങ്ങിയതും ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കി. തിപ്പിലശ്ശേരി സ്കൂളിലെ പോളിംഗ് ബൂത്തിൽ സന്ദർശനം നടത്തിയ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെതിരെ CPM പ്രതിഷേധം. നാടകം അനുവദിക്കില്ലെന്ന് CPM പ്രവർത്തകർ. പോലീസ് ഇരുകൂട്ടരെയും പുറത്താക്കി. ആലത്തൂർ UDFന്റെ കൈകളിലാണെന്ന് രമ്യ ഹരിദാസ്. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുവെന്നും വിജയ പ്രതീക്ഷയുണ്ടെന്നും PK ബിജു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും തത്സമയം CCTV ചാനൽ ആസ്വദിക്കാനുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം. കൂടുതൽ അപ്ഡേറ്റുകൾക്ക് ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.